ഇന്നൊരു ചിക്കൻ 65 ആയാലോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയപ്പോൾ ശരിയായില്ലെന്നും പറഞ്ഞുകൊണ്ട് റെഡിമെയ്ഡ് മസാല വാങ്ങി തന്നിരിക്കുകയാണ്. ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 1 കിലോ ചിക്കൻ ആണെങ്കിൽ ഈ മസാല മൊത്തം ഇടാം. കുറച്ച് ചിക്കൻ ആണെങ്കിൽ കുറച്ച് പൊടി ഇട്ടാൽ മതി. ഇതിനകത്തേക്ക് എക്സ്ട്രാ ഉപ്പോ വേറൊന്നും ഇടേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ഇഞ്ചി ഇടാം, പക്ഷേ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കുന്നുണ്ട്. കുറച്ച് കരിയേപ്പിലും കൊണ്ടും തൂയി കൊടുക്കുക, കുറച്ച് ഏറെ തൂയി കൊടുക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിടാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ കറി ഉണ്ടാക്കണം. ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ കുക്കറിലേക്ക് ഇട്ടിട്ട് പൊടിയും സവാളയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ കുക്കറിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു വിസിൽ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മളെ ചിക്കൻ 65 ശരിയായിട്ടുണ്ട്. അത് ഞാൻ വറുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഉപ്പുണ്ടായിരുന്നു കേട്ടോ. അത്രയും മസാല ഇടണ്ടെന്ന് എനിക്ക് തോന്നി. പക്ഷേ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അത്ര ഉപ്പൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ചിക്കൻ കറി, ചിക്കൻ 65, അച്ചിങ്ങ ഇല്ലാണ്ടൊരു കളിയില്ലല്ലോ, പിന്നെ അച്ചാറും ഇല്ലാണ്ടൊരു കളിയില്ലല്ലോ നമുക്ക്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഉച്ചയ്ക്കൊരു പിടി പിടിച്ച് സൂപ്പറായിരുന്നു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു.